ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാംഗ്വേജ് പ്ലാനിങ്. അപ്പം നമുക്കറിയാം ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫ്രം MEG 4 ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ബ്ലോക്ക് നമ്പർ 7 ലാംഗ്വേജ് ഇൻ യൂസ് സെക്കൻഡ്. ഈ ഒരു ബ്ലോക്കിൽ നിന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് റെഗുലർ ആയിട്ട് ഈ ഒരു ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാംഗ്വേജ് പ്ലാനിങ്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു വാട്ട് ഈസ് എ പ്ലാനിങ് ഇൻ ജനറൽ സെൻസ്. അല്ലെ, സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു ടേം ആണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും അതുപോലെ തന്നെ ഒഫീഷ്യൽ അക്കാഡമിക് ലൈഫിലും ഒക്കെ തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ടേം ആണ്, വേർഡ് ആണ് പ്ലാനിങ് എന്നുള്ളത്. നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു വാട്ട് ഈസ് പ്ലാനിങ്. Planning refers to the organized and deliberate effort to achieve specific goal by making use of available resources in a controlled and purposeful way. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ആൻഡ് ഡെലിബറേറ്റ് എഫേർട്ട് ആണ്. ശ്രദ്ധിക്കാം, പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ആൻഡ് ഡെലിബറേറ്റ് എഫേർട്ട് ആണ്. അപ്പോൾ ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആണ്. നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് കോൺഷ്യസ് ആയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന പ്ലാനിങ്. അല്ലെ, ഇപ്പൊ നമുക്കറിയാം നമ്മൾ റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ പല സമയങ്ങളിലായിട്ട് നമ്മൾ ടൂർ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട് അല്ലെ. അപ്പം ഒരു ടൂർ പ്ലാൻ ചെയ്യുക, ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് ഇത് ഓർഗനൈസ്ഡ് ആണ്, ഡെലിബറേറ്റ് ആണ് അല്ലെ. നമ്മളത് കോൺഷ്യസ് ആയിട്ട് ഇരുന്ന് ഔട്ട്ലൈൻ തയ്യാറാക്കി ഐറ്റിനറി നോക്കി അല്ലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു പ്ലാന് ഫൈനലൈസ് ചെയ്യാണ് ചെയ്യാറുള്ളത്. അപ്പം ശ്രദ്ധിക്കാം, പ്ലാനിങ് റെഫേഴ്സ് ടു ദി ഓർഗനൈസ്ഡ് ആൻഡ് ഡെലിബറേറ്റ് എഫേർട്ട് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യാറുള്ളത്? സാധാരണ ടു അച്ചീവ് സ്പെസിഫിക് ഗോൾ. അതും നോട്ട് ചെയ്ത് വെച്ചുള്ള പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. സാധാരണ നമ്മൾ പ്ലാൻ ചെയ്യാറുള്ളത് ഏത് പേർപ്പസിന് വേണ്ടിയിട്ടാണ്? ടു അച്ചീവ് എ സ്പെസിഫിക് ഗോൾ അല്ലെ. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളൊരു പ്ലാൻ അല്ലെ, കശ്മീരിലേക്ക് നമ്മളൊരു പ്ലാൻ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അല്ലെ, അവിടെ നമ്മളുടെ അച്ചീവ് ചെയ്യുന്ന ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കശ്മീരിൽ എത്തുക എന്നുള്ളതാണ് അല്ലെ. അപ്പം അതാണ് പറയുന്നത്, ഇവിടെ പ്ലാനിങ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആണ്, ഡെലിബറേറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ സ്പെസിഫിക് ഗോൾ അല്ലെ, ഒരു അച്ചീവ്മെന്റ് ഓഫ് സ്പെസിഫിക് ഗോൾ ആണ് അല്ലെ. അതും എങ്ങനെ? മേക്കിംഗ് യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ് ഇൻ എ കൺട്രോൾഡ് ആൻഡ് പേർപ്പസ്ഫുൾ വേ. അപ്പം നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് കൺട്രോൾഡ് ആയിട്ട് ഉപയോഗിച്ച് വളരെ പേർപ്പസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലെ. അങ്ങനെ പേർപ്പസ്ഫുള്ളി അവൈലബിൾ ആയിട്ട് റിസോഴ്സുകൾ നമ്മൾ ഉപയോഗിച്ച് ആ ഒരു സ്പെസിഫിക് ഗോളിനെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ കൈവശമുള്ള ഒരു എമൗണ്ട് അല്ലെ, ആ ഒരു അവൈലബിൾ റിസോഴ്സ് ആണ് അല്ലെ. നമ്മുടെ ട്രിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്യാഷ് എന്ന് പറയുന്നത് അവൈലബിൾ റിസോഴ്സ് ആണ്. ആ റിസോഴ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് അതുപോലെ തന്നെ വളരെ പേർപ്പസ്ഫുള്ളി നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് അല്ലെ. അപ്പം നോട്ട് ചെയ്ത് വെച്ചുള്ള പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്, ഓർഗനൈസ്ഡ് ആണ്, ഡെലിബറേറ്റ് ആണ്. ഇതിന്റെ പ്രധാനപ്പെട്ട പേർപ്പസ് എന്ന് പറയുന്നത് ടു അച്ചീവ് എ സ്പെസിഫിക് ഗോൾ ആണ്. ഈ ഗോളിലേക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മൾ എത്തുന്നത്? ബൈ യൂസിങ് അവൈലബിൾ റിസോഴ്സസ്. ഈ അവൈലബിൾ റിസോഴ്സ് എങ്ങനെ ഉപയോഗിക്കുന്നത്? ബൈ ദ കൺട്രോൾഡ് ആൻഡ് പേർപ്പസ്ഫുൾ വേസ്. ക്ലിയർ ആണോ? ഇറ്റ് ഇൻവോൾവ്സ് എ കോൺഷ്യസ് പ്രോസസ് ഓഫ് setting objective, evaluating alternatives and selecting the most suitable means to reach those objectives അല്ലെ. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് പ്രോസസ് ആണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻസ് ആണ്. ഇതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, ഉദ്ദേശം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആ ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ്സ് അല്ലെ. നമ്മൾ കശ്മീർ പോകുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ നമ്മൾ രാജസ്ഥാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും, മണാലി പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. അതാണ് ഇവിടെ പറയുന്നത് ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ് അല്ലെ. ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നമ്മൾ പരിഗണിക്കും അല്ലെ. അതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ സെലക്ടിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മീൻസ് ടു റീച്ച് ദോസ് ഒബ്ജക്റ്റീവ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ നമ്മൾ അതിൽ ആ ഒബ്ജക്റ്റീവിലേക്ക് എത്തിച്ചേരാൻ അല്ലെ, നമ്മളൊരു ബെസ്റ്റ് ടൂർ പ്ലാൻ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം അതിനുള്ളൊരു മോസ്റ്റ് സ്യൂട്ടബിൾ മീൻസ്, രീതി, വഴി നമ്മൾ ഈ ഒരു പ്ലാനിങ്ങിലൂടെ കണ്ടെത്തും. ക്ലിയർ ആണോ? നോക്കൂ, ബാക്കി നോക്ക് നിങ്ങൾ. പ്ലാനിങ് ഈസ് ഫ്യൂച്ചർ ഓറിയന്റഡ്, അതുപോലെ തന്നെ പ്രോസസ്വൽ, മീനിങ് that it is systematic, continuous and measured against expectation. പ്ലാനിങ്ങിന്റെ മറ്റു ചില ക്വാളിറ്റീസ് ആണ് ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. നമ്മൾ പ്ലാൻ ചെയ്യാറ് എപ്പോഴേക്കാ? ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യാറുള്ളത് അല്ലെ. കഴിഞ്ഞ പോലെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാറില്ല. അതുപോലെ തന്നെ ഇതിന്റെ പ്രോസസ്സാണ് അല്ലെ, ഒരു പ്രോസസ്സാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആണ് അല്ലെ, കണ്ടിന്യൂസ് ആണ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ട് വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെഷർ ചെയ്യും നമ്മുടെ എക്സ്പെക്ടേഷൻ. നമ്മൾ
ടൂറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ഇല്ല. അപ്പൊ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു കാര്യത്തിലേക്ക് എത്തുമോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മെഷർ ചെയ്യാറുണ്ട്, ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, നൗ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ലാംഗ്വേജ് പ്ലാനിങ്. അപ്പം പ്ലാനിങ് ജനറൽ സെൻസിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓർഗനൈസ്ഡ് ആണ്, ഡെലിബറേറ്റ് എഫേർട്ട് ആണ്. സാധാരണ നമ്മൾ പ്ലാനിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അച്ചീവ് എ സ്പെസിഫിക് ഗോൾ. ഇനി നമുക്ക് നോക്കാം എന്താണ് ലാംഗ്വേജ് പ്ലാനിങ് എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഗിവ് യു എ സ്മോൾ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദി ലാംഗ്വേജ്. ലാംഗ്വേജ് ഈസ് എ ഡൈനാമിക് ആൻഡ് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് അല്ലെ. ഇപ്പൊ ലാംഗ്വേജിന്റെ ഒരു പ്രത്യേകത, ഇത് ഒരിക്കലും തന്നെ സ്റ്റാറ്റിക് അല്ല അല്ലെ. എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇറ്റ് കീപ്സ് ചേഞ്ചിങ് ആൻഡ് ചേഞ്ചിങ് അല്ലെ, മാറിക്കൊണ്ടിരിക്കും എന്ത് ഈ പറയുന്ന ലാംഗ്വേജ് അല്ലെ. അപ്പം അതുപോലെ തന്നെ എന്തിന്റെ കാര്യത്തിലാണ് മാറിക്കൊണ്ടിരിക്കുക, അതിന്റെ സ്ട്രക്ചറിന്റെ കാര്യത്തിലും ഉപയോഗത്തിന്റെ കാര്യത്തിലും ഒക്കെ ലാംഗ്വേജ് മാറിക്കൊണ്ടിരിക്കും അല്ലെ. ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസുകളുടെ സ്ട്രക്ചറിൽ വ്യത്യാസപ്പെടും, വേർഡ്സിൽ എക്സ്പ്രഷൻസിലൊക്കെ വ്യത്യാസപ്പെടും അല്ലെ. അതിന്റെ ഉപയോഗത്തിലൊക്കെ കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ നോക്ക് നിങ്ങൾ, സ്പീക്കേഴ്സ് ഡു നോട്ട് യൂസ് എ സിംഗിൾ വെറൈറ്റി ഓഫ് ലാംഗ്വേജ് ഫോർ ഓൾ പർപ്പസസ്. നമുക്കറിയാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ചിലപ്പോൾ നമ്മൾ കോളേജ് പർപ്പസ്, ഐ മീൻ എഡ്യൂക്കേഷണൽ പർപ്പസിന് നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലീഗൽ പർപ്പസിന്, കോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ, ഗവൺമെന്റ് ഓഫീസുകളിൽ നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഓരോ പർപ്പസിനും സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഇല്ല, നമ്മൾ പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിലൊക്കെ ചില ഇംഗ്ലീഷ് ഉപയോഗിക്കും, ചില മലയാളം ഉപയോഗിക്കും അല്ല. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിഫറെന്റ് പർപ്പസിന് വെറൈറ്റീസ് ഓഫ് ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കും. ഒരു സിംഗിൾ ലാംഗ്വേജ് അല്ല നമ്മൾ ഉപയോഗിക്കാറുള്ളത് അല്ലെ. അപ്പം ഈ ഒരു പ്ലാനിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് എവിടെ നിന്നാണ്, അതാണ് ഇപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആണ്, കോൺസ്റ്റന്റ്ലി മാറിക്കൊണ്ടിരിക്കും, അതിന്റെ യൂസും സ്ട്രക്ചറും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അതും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ വ്യത്യസ്ത വെറൈറ്റീസ് ഓഫ് ലാംഗ്വേജ് നമ്മൾ ഡിഫറെന്റ് പർപ്പസിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ആ സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ആവശ്യമാണ്, ഒരു പ്രോപ്പർ ആയിട്ട് ലാംഗ്വേജ് പ്ലാനിങ് നടക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. കാരണം ഓരോ കോണ്ടെക്സ്റ്റിൽ ഓരോ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് മേ ലീഡ്സ് ടു ദി കൺഫ്യൂഷൻ അമംഗ് ദി യൂസേഴ്സ് അല്ലെ. അപ്പൊ അവിടാണ് എന്തിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്, ലാംഗ്വേജ് പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി നമുക്ക് നോക്കാം വാട്ട് ഈസ് ലാംഗ്വേജ് പ്ലാനിങ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. ലാംഗ്വേജ് പ്ലാനിങ് ഈസ് ദി പ്രോസസ്. ഇതൊരു പ്രോസസ് ആണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻസ് ആണ്. എന്ത് പ്രോസസ് ആണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ്, ഇംപ്ലിമെന്റിംഗ് policies, strategies to influence how language is used in a society. അപ്പം നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇതൊരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു പ്രോസസ്സുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? പോളിസീസും അതുപോലെ തന്നെ സ്ട്രാറ്റജീസും ആണ്. എന്തിനുള്ള പോളിസീസും സ്ട്രാറ്റജീസും ആണ്? ടു ഇൻഫ്ലുവൻസ് ഹൗ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ഇൻ എ സൊസൈറ്റി. നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ലാംഗ്വേജ് എങ്ങനെ ഉപയോഗിക്കണം. ക്ലിയർ ആവണേ. ഈ കോൺസെപ്റ്റ് എന്താണ് ലാംഗ്വേജ് പ്ലാനിങ് ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഏത് രൂപത്തിൽ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പം ലാംഗ്വേജ് പ്ലാനിങ് എന്നത് പ്രോസസ്സാണ്. ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് പോളിസീസും സ്ട്രാറ്റജീസും ആണ് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എന്തുമായി ബന്ധപ്പെട്ട പോളിസീസ് ആണ് വരുന്നത്? ഹൗ എ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ഇൻ എ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ ലാംഗ്വേജ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പോളിസീസും സ്ട്രാറ്റജീസും ആണ്. ഓക്കെ. അപ്പം അങ്ങനെ പോളിസീസും സ്ട്രാറ്റജീസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ പ്രോസസ്സിന് പറയുന്ന പേരാണ് ലാംഗ്വേജ് പ്ലാനിങ്. ഇറ്റ് ഈസ് യൂഷ്വലി ഡൺ ബൈ ഗവൺമെന്റ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ലാംഗ്വേജ് അതോറിറ്റീസ് ടു മീറ്റ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗോൾ അല്ലെ. ഇപ്പൊ സാധാരണ ഈ പ്ലാനിങ് ആരാ ചെയ്യാറുള്ളത്? ഗവൺമെന്റ് ആണ്. യൂഷ്വലി ദ ലാംഗ്വേജ് പ്ലാനിങ് ഈസ് ഡൺ ബൈ ആരാണ്? ഗവൺമെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലാംഗ്വേജ് അതോറിറ്റീസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മീറ്റ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗോൾ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സോഷ്യൽ സിസ്റ്റം മാറുന്നുണ്ട്, നമ്മളെ പൊളിറ്റിക്കൽ സംവിധാനം മാറുന്നുണ്ട്, എഡ്യൂക്കേഷണൽ ഗോൾ മാറുന്നുണ്ട്. അതിനനുസരിച്ച് എന്തിനെ പ്ലാൻ ചെയ്യുക? ലാംഗ്വേജിനെ പ്ലാൻ ചെയ്യുക അല്ലെ. അപ്പം ഈ പറയുന്ന പോയിന്റ്സുകളും നോട്ട് ചെയ്ത് വെച്ചോളുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ലാംഗ്വേജ് പ്ലാനിങ്ങിന്റെ ചില ഫാക്ടുകൾ നോട്ട് ചെയ്ത് വെച്ചോളുക. ദ ടേം ലാംഗ്വേജ് പ്ലാനിങ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ ഉറിയൽ വെയിൻറിച്ച്. പേര് നോട്ട് ചെയ്ത് വെച്ചോളാം, സ്പെല്ലിംഗ് നോട്ട് ചെയ്ത് വെച്ചോളാം. ഈ ഒരു ടേം, ഈ ഒരു ഫ്രേസ് ലാംഗ്വേജ് പ്ലാനിങ് എന്നുള്ള ഒരു ഫ്രേസ് ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഉറിയൽ വെയിൻറിച്ച് ആണ് ഇൻ 1957. നോട്ട് ചെയ്ത് വെച്ചോളാം. അദ്ദേഹത്തിന്റെ ഒരു സെമിനാറിലാണ് അദ്ദേഹം ഉറിയൽ വെയിൻറിച്ച് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റ് ഫസ്റ്റ് ഈ ഒരു ലാംഗ്വേജ് പ്ലാനിങ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ബട്ട് ഇറ്റ് വാസ് എയ്നർ ഹോഗൻ. അത് നോട്ട് ചെയ്ത് വെച്ചോളാം. എയ്നർ Hogan in 1959 who introduced the formally into academic literature. ഒരു അക്കാഡമിക് ഫീൽഡിലേക്ക് ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണടാ? എയ്നർ
ഹോഗൻ ആണ്. അക്കാഡമിക് ഫീൽഡിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു പേർപ്പസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? എയ്നർ ഹോഗൻ ആണ്. ഹോഗൻ ഡിസ്ക്രൈബ് ഇറ്റ് ആസ് ആൻ ആക്ടിവിറ്റി ഇൻവോൾവ്ഡ് ഇൻ പ്രിപ്പയറിംഗ് ആൻ ഓർത്തോഗ്രഫി, ഗ്രാമർ, ഡിക്ഷണറി ഫോർ ഗൈഡിങ് സ്പീക്കേഴ്സ് ആൻഡ് ദ റൈറ്റേഴ്സ് ഇൻ മൾട്ടിലിംഗ്വൽ സൊസൈറ്റി. അപ്പം ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. ഇദ്ദേഹം ഈ ഒരു ലാംഗ്വേജ് പ്ലാനിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ആണ്. നോട്ട് ചെയ്ത് വെച്ചോളുക. ആരാണ്? എയ്നർ ഹോഗൻ. അദ്ദേഹത്തിന്റെ പേര് നോട്ട് ചെയ്യുക. അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇതിനെ ഇറ്റ് ആസ് ആൻ ആക്ടിവിറ്റി ആണ്. അല്ലെ? എന്ത് ആക്ടിവിറ്റി ആണടാ? പ്രിപ്പയറിംഗ് ആൻ ഓർത്തോഗ്രഫി. ഓർത്തോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലാംഗ്വേജിനെ മായി ബന്ധപ്പെട്ടിട്ടുള്ള ലാംഗ്വേജിന്റെ സ്പെല്ലിങ്സ്, അതുപോലെ തന്നെ പങ്ക്ച്വേഷൻ മാർക്കുകൾ, ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഫോണ്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കണം തുടങ്ങിയതുമായി ബന്ധപ്പെട്ട റൂൾസ് റെഗുലേഷൻസിനാണ് ഓർത്തോഗ്രഫി എന്ന് പറയുക. അതുപോലെ തന്നെ ഗ്രാമർ ആൻഡ് ദ ഡിക്ഷണറി ഫോർ ഗൈഡിങ് സ്പീക്കേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ഇൻ മൾട്ടിലിംഗ്വൽ സൊസൈറ്റി. അപ്പം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. ഇദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തത് ലാംഗ്വേജ് പ്ലാനിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ആണ്. ഇതിന്റെ പ്രത്യേകത ഇത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓർത്തോഗ്രഫിയും ഗ്രാമറും അതുപോലെ തന്നെ ഡിക്ഷണറീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഓർത്തോഗ്രഫിയും ഗ്രാമറും ഒക്കെ ഈ പ്ലാൻ ചെയ്യുന്നത്? എന്തിനു വേണ്ടി? ഫോർ ഗൈഡിങ് ദ സ്പീക്കേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ഇൻ മൾട്ടിലിംഗ്വൽ സൊസൈറ്റി. നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ സൊസൈറ്റി മൾട്ടിലിംഗ്വൽ ആണ്, അല്ലെ? ഒരുപാട് ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആ അത്തരത്തിൽ വരുന്ന ആ ഒരു സൊസൈറ്റിയിലേക്ക്, അല്ലെ, പിന്നെ ഓർത്തോഗ്രഫിയും ഗ്രാമറും ഡിക്ഷണറിയും ഒക്കെ പ്രിപ്പയർ ചെയ്യുക, അല്ലെ? അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ, language planning is a methodical activity of regulating and improving existing language or creating new common regional, national or international languages. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചുള്ള ഡെഫിനിഷൻ ആണ്. ഒരു ഡെഫിനിഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ലാംഗ്വേജ് പ്ലാനിങ് ചോദിക്കുകയാണെങ്കിൽ എഴുതിയിരിക്കണം. അത് നിങ്ങളുടെ ആൻസേഴ്സിന് ഒരു പ്രീമിയം ലുക്ക് കൊണ്ടുവരും. അപ്പം ഡെഫിനിഷൻ സിമ്പിൾ ഡെഫിനിഷൻ ആണ്. ടെക്സ്റ്റിൽ ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കുറച്ച് നോട്ട് ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഡെഫിനിഷൻ ആണ് നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ടോളി എന്ന് പറയുന്ന ഒരു ലിംഗ്വിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഏതാണ് അദ്ദേഹത്തിന്റെ ഫീൽഡ് എന്നറിയില്ല, ഏതായാലും അദ്ദേഹത്തിന്റെ പേര് നോട്ട് ചെയ്ത് വെച്ചോളൂ. ലാംഗ്വേജ് പ്ലാനിങ് ഈസ് ഈ മെത്തേഡിക്കൽ, ഒരു മെത്തേഡ് ആണ്, സിസ്റ്റമാറ്റിക് ആണ്, അല്ലെ? ഒരു പ്രൊസീജിയർ ഉണ്ട്, അല്ലെ? എന്ത് ഈ ലാംഗ്വേജ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ആണ്, അതുപോലെ തന്നെ ഒരു പ്രൊസീജിയർ ആണ്, അല്ലെ? അതിന്റെ പ്രത്യേകത എന്താ? ആക്ടിവിറ്റി ഓഫ് റെഗുലേറ്റിംഗ് ഓർ ഇംപ്രൂവിംഗ് എക്സിസ്റ്റിംഗ് ലാംഗ്വേജ്, അല്ലെ? എന്തിന്? പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റിന്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് റെഗുലേറ്റ് ആൻഡ് ഇംപ്രൂവ് എക്സിസ്റ്റിംഗ് ലാംഗ്വേജ്. നിലവിലുള്ള ലാംഗ്വേജിനെ കൺട്രോൾ ചെയ്യും, റെഗുലേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഇംപ്രൂവ് ചെയ്യും. ഇങ്ങനെ ഒരു ലാംഗ്വേജിനെ റെഗുലേറ്റ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന, ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ലാംഗ്വേജ് പ്ലാനിങ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ടോളി. ഓക്കെ, പിന്നെ അതുകൊണ്ട് മാത്രം കഴിഞ്ഞില്ല. ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ആണ്. എന്താണ് ആക്ടിവിറ്റിയുടെ മറ്റൊരു പ്രത്യേകത? ക്രിയേറ്റിംഗ് ന്യൂ കോമൺ റീജിയണൽ, നാഷണൽ, ഇന്റർനാഷണൽ ലാംഗ്വേജ്. അതുപോലെ തന്നെ ക്രിയേറ്റിംഗ് ന്യൂ ലാംഗ്വേജ്, അല്ലെ? ഒരു പുതിയ ലാംഗ്വേജിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനും എന്തും നമ്മൾ പറയും? ലാംഗ്വേജ് പ്ലാനിങ് എന്ന് പറയും. അത് ഏതൊക്കെ ലാംഗ്വേജ് ആവാം? ഒരു കോമൺ റീജിയണൽ ലാംഗ്വേജ് ആവാം, ഏതെങ്കിലും ഇന്ത്യയുടെ ഒരു ഭാഗത്ത് മാത്രം സംസാരിക്കുന്നതാവാം, നാഷണൽ ആവാം, ത്രൂ ഔട്ട് ഇന്ത്യയിലാവാം, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലാംഗ്വേജ് ആവാം. അപ്പം നോട്ട് ചെയ്ത് വെച്ചോളൂ. എക്സിസ്റ്റിംഗ് ലാംഗ്വേജിനെ റെഗുലേറ്റ് ചെയ്യുന്നതും ഇംപ്രൂവ് ചെയ്യുന്നതും എന്താണോ ആക്ടിവിറ്റിയും എന്ത് പെടും? ലാംഗ്വേജ് പ്ലാനിങ് ആണ്. അതുപോലെ തന്നെ ക്രിയേറ്റിംഗ് എ കോമൺ റീജിയണൽ ലാംഗ്വേജ്, നാഷണൽ, ഇന്റർനാഷണൽ ലാംഗ്വേജും എന്ത് കാറ്റഗറി പെടും? ഈ പറയുന്ന പ്ലാനിങ് തന്നെ പെടുമെന്ന് സാരം. ഓക്കെ, അപ്പം നെക്സ്റ്റ് നോക്കാം നമുക്ക്. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ലാംഗ്വേജ് പ്ലാനിങ്ങിൽ നോക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സുകൾ ഇതൊക്കെയാണ്. വാട്ട് ഈസ് മീൻ ബൈ ദ പ്ലാനിങ് ഇൻ ജനറൽ സെൻസ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ലാംഗ്വേജ് പ്ലാനിങ്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു 2 ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വൺ ഓഫ് ദി ഡെഫിനിഷൻസ് ഓഫ് ലാംഗ്വേജ് പ്ലാനിങ് ബൈ ടോളി. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എനിവേ, നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.